പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായി എത്തിയ രോഗി മരിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഡോക്ടർ ഹാരിസ് വീണ്ടും രോഗിയെ OP ടിക്കറ്റിനായി ക്യൂവിൽ നിർത്തിയതും അടിയന്തര ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതും ഗുരുതര അനാസ്ഥയാണെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. രോഗിയുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും സ്വീകരിച്ച ഈ നടപടികൾക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറിപ്പിൽ ആവശ്യപ്പെട്ടു. MG പ്രതീഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഡോക്ടർ ഹാരിസ് എവിടെ, ഡോക്ടർ ഹാരിസ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ആരോഗ്യവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് ഹാരിസിന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ വലിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഹാരിസ് എവിടെ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഹാരിസ് ഇതാ ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നു. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹാരിസ് പറയുന്നത്? അരുൺകുമാർ, നെയ്യാറ്റിൻകരയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന പരാതിയിലാണ് ജീവനക്കാർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഏറെ സങ്കടകരമായ വേദനാജനകമായ വാർത്ത എന്ന് തുടങ്ങിയാണ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. ഇന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്ര റിപ്പോർട്ട് കൂടി പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമായും ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ജീവനക്കാർക്ക് അനാസ്ഥ ഉണ്ടായി എന്നതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എത്തുന്നവരെ ഇങ്ങനെയല്ല ചികിത്സിക്കേണ്ടത് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ട്. ക്യൂവിൽ നിർത്തിയും OP ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുമല്ല നെഞ്ചുവേദന കൈകാര്യം ചെയ്യേണ്ടത്. ഏറ്റവും പെട്ടെന്ന് തന്നെ എമർജൻസി വിഭാഗത്തിലേക്കും ICUവിലേക്കും മാറ്റി നിരീക്ഷണം നടത്തണമായിരുന്നു എന്നതാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. നിമിഷങ്ങൾ കൊണ്ട് രോഗി ഹൃദയസ്തംഭനം വന്ന മരണത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അതൊന്നും തന്നെ അറിയാത്തവരല്ല ആശുപത്രിയിലെ ജീവനക്കാർ എന്നതാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്ന കാര്യം. മറ്റൊന്ന്, ഇതിൽ പ്രധാനമായും പറയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നതാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ജനറൽ ആശുപത്രിയാണ് എന്ന കാര്യം ഓർക്കണം എന്നതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. കാരണം സ്വാഭാവികമായും ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയസ്തംഭനവുമായി ഒരാൾ എത്തിയാൽ ചികിത്സിക്കേണ്ട എല്ലാ സൌകര്യങ്ങളുമുണ്ട്. അങ്ങനെ ഇല്ല എങ്കിൽ അത് ആശുപത്രിയുടെ പോരായ്മ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. മാത്രമല്ല, മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കുറഞ്ഞത് 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമീപനം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. സീരിയസ് ആയ രോഗികളെ ഇത്തരത്തിലല്ല റഫർ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും വേണം എന്നതാണ് ഈ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ ഡോക്ടർ ഹാരിസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന് വലിയ പ്രതിരോധത്തിലാക്കിയ ഒന്നായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ. ഈ സർക്കാർ അധികാരമേറ്റെടുത്ത ആരോഗ്യവകുപ്പിനെതിരെ ചില വിമർശനങ്ങൾ ഉയരുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എവിടെ എന്നുള്ള ചോദ്യം സാമൂഹിക മാധ്യമത്തിൽ അടക്കമുണ്ടായിരുന്നു. സാമൂഹിക മാധ്യമ ആക്രമണം ഉൾപ്പെടെ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. പക്ഷേ ഇപ്പോൾ നെയ്യാറ്റിൻകര സംഭവത്തിൽ ഈ ജീവനക്കാരുടെ അനാസ്ഥ പങ്കുവച്ചുകൊണ്ടാണ് സാമൂഹിക മാധ്യമ കുറിപ്പ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവച്ചിരിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒടുവിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്